നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്നത്? ഇപ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അത് കൂടാതെ എന്തൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്? മെജോറിറ്റി അല്ലെങ്കിൽ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ലെസ് ടൈം, റിക്കവറി ടൈം തന്നെ. പേഷ്യന്റ് സെയിം ഡേ തന്നെ വേണമെങ്കിൽ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ 24 hours കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാം. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ മുറിവ് ഇല്ല, ഒന്നും കാണുന്നില്ല, സ്റ്റിച്ച് ഇല്ല, കട്ടില്ല, മുറിവില്ല. അങ്ങനെ അത് തന്നെ ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ്. പേഷ്യൻറ്റിന് സൈക്കോളജിക്കലി ഓൾസോ പുറമെ ഒരു വലിയ സ്കാർ കാണുമ്പോൾ അവർക്കും ബൈസ്റ്റാൻഡേഴ്സിനും തോന്നാം എന്തോ സംഭവിച്ചു. പക്ഷെ ഇത് കാണുമ്പോൾ ദേ മൈറ്റ് ഓൾസോ ഫീൽ സൈക്കോളജിക്കലി ദാറ്റ് ഇത് സേഫ് ആയിരുന്നു, അവർ ബെറ്റർ ആയി എന്നുള്ളൊരു തോന്നൽ ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ ഡോക്ടർ, ഇനിയിപ്പം ഒരു മെസ്സേജ് നമ്മളുടെ ലിസണേഴ്സിന് കൊടുക്കാൻ, ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, എന്നാൽ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ ഈ ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിയെക്കുറിച്ചും മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന എന്താണ്? അതെ, പേഷ്യന്റിന് ഒരു സർജറി ഓഫർ ചെയ്തിട്ടുണ്ട്, ഒരു ഡോക്ടർ പേഷ്യന്റ് സർജറി ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് മിനിമലി ഇൻവേസീവ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഓപ്പറേഷൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ, ചികിത്സിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ചോദിക്കുക. അങ്ങനെ ഓഫർ ചെയ്യാൻ കഴിയുന്ന ട്രീറ്റ്മെൻറ്റുകളാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കേരളത്തിൽ ഇതിൻ്റെ ഓപ്ഷൻസ് വൈഡ്ലി അവൈലബിൾ ആണ് ഇപ്പം. അത് പലർക്കും അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ. ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ യുവരാജ് സിംഗ്, പിന്നെ നമ്മുടെ ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞ ക്രിക്കറ്റേഴ്സ്. ഇപ്പോൾ ശ്രേയസ് അയ്യറിന് റീസെൻ്റ്ലി ഓസ്ട്രേലിയ ODI ടൂറിൽ ഒരു സ്പ്ലെനിക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് ഓസ്ട്രേലിയയിൽ വെച്ചായിരുന്നു. സാധാരണഗതിയിൽ അത് സ്പ്ലെനിക് സർജറിയിലോട്ട്, അതായത് സ്പ്ലീൻ ഗ്രന്ഥി സർജറി ചെയ്ത് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയായിരുന്നു അത്. പക്ഷേ ഇൻ്റർവെൻഷൻ റേഡിയോളജി വഴി ഈ ബ്ലീഡിങ് ഉണ്ടാവുന്ന രക്തക്കൊഴലിൽ പോയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് ഈ ബ്ലീഡിങ് നമ്മൾ നിർത്തിയായിരുന്നു. ഓസ്ട്രേലിയ വെച്ചായിരുന്നു. അതെല്ലാ ഓപ്ഷൻസും, അതുപോലെ യുവരാജ് സിംഗിന് ട്യൂമറിന്റെ ഭാഗമായിട്ട് ബയോപ്സി ഒക്കെ എടുക്കേണ്ടി വന്നപ്പോഴും ഇമേജ് ഗൈഡൻസിൽ പോയി കറക്റ്റ് ആ ഭാഗത്ത് പോയി സാമ്പിൾ ടിഷ്യൂ എടുത്തിട്ട് ടെസ്റ്റിങ്ങിനായിട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എല്ലാം നമ്മുടെ കേരളത്തിലും ഇപ്പം അവൈലബിൾ ആണ്. നമ്മൾ പണ്ട് TV-യിലും നെറ്റിലും വായിച്ചിരുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മുടെ കേരളത്തിലും അവൈലബിൾ ആണ്. അത് മാക്സിമം അറിയുക, അത് യൂട്ടിലൈസ് ചെയ്യുക.